ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. 2, ദൈവം അരുളി ചെയ്യുകയാണ്, ആമീൻ, ഞാൻ നിനക്ക് തുണയാണ്, അതുകൊണ്ട് നീ പേടിക്കണ്ട. 3, ദൈവം അരുളി ചെയ്യുകയാണ്, ആമീൻ, ദൈവം നിനക്ക് തുണയായോണ്ട് മനുഷ്യനെ പേടിക്കണ്ട, അവർക്കൊന്നും നിന്നെ ചെയ്യാൻ പറ്റുകയില്ല. ഈ 3 കാര്യങ്ങൾ എബ്രായ വിശ്വാസികളെ എബ്രായ ലേഖന കർത്താവ് എഴുതി ഉറപ്പിക്കുക. അതിനകത്ത് 1-ാമത്തെ ഭാഗത്തിലോട്ടാണ് നമ്മുടെ ചിന്തകളെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. സ്തോത്രം. ആമീൻ. അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ആരെല്ലാം കൈവിട്ടാലും ദൈവം കൈവിടുകയില്ല. മനുഷ്യര് കൈവിട്ടപ്പോൾ നീ ഒത്തിരി വിഷമിച്ചു, മനുഷ്യര് കൈവിട്ടപ്പം നീ ഒത്തിരി സങ്കടപ്പെട്ടു, മനുഷ്യര് കൈവിട്ടപ്പം മനുഷ്യരെ കൊണ്ട് കൈ പിടിച്ചവൻ ദൈവമാണ്. കാരണം നിന്നെ ദൈവം കൈക്ക് പിടിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ മനസ്സിലാക്കി തരണം. ഇത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ജീവിതത്തിൻ്റെ നൂൽപ്പാലങ്ങൾ എന്നുമില്ല. അതൊരു ഷോർട്ട് ടൈമേ ഉള്ളൂ. അത് നിന്നെ തകർക്കാനല്ല, നിന്നെ ഇങ്ങനെയും കൊണ്ടുപോകാൻ എനിക്ക് കഴിയുമെന്ന് നിന്റെ ജീവിതത്തിൽ തെളിയിച്ചു തരാനാ. ചില ഇല്ലായ്മ വന്നത് തകർക്കാനല്ല, ഇല്ലായ്മയിലും നിന്നെ നടത്താമെന്ന് കാണിക്കാനാ. ഒരു രാജ്യത്തോട് പ്രവചിച്ച പ്രവാചകനല്ലേ ഏലിയാവ്. സ്തോത്രം. എന്നിട്ട് പിന്നെ ഒരു കാക്കയുടെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിക്കേണ്ടി വന്നല്ലോ. ഉത്തരം, ഇങ്ങനെ പോറ്റാൻ ദൈവത്തിന് കഴിയും. എന്നും കാക്കയുടെ സർവീസ് ഇല്ല. നാളെ സെറ്റ് സാരി ചുറ്റി ആൻറ്റി മഞ്ഞസാരി ചുറ്റി മഞ്ഞ ട്രൈക്കകത്ത് അപ്പം വിളമ്പുന്ന ദിവസങ്ങൾ വരുന്നുണ്ട്. ഞാനൊരു ദൂത് പറയാം, ഇന്ന് അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി നിനക്ക് മുമ്പിൽ ഉണ്ടെന്ന് ഇന്നത്തെ ആരാധനയിൽ വിശ്വസിക്കാവോ?